നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡിന്റെ നവീകരണത്തിന് തുടക്കമായി 2 കോടി രൂപ ചെലവിലാണ് പാത നവീകരിക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും വീതി കൂട്ടിയുള്ള പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. 2 റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് പള്ളിപ്പുറത്തു നിന്നും പട്ടാമ്പിയിലേക്കുള്ള എളുപ്പമാർഗമാണ് പള്ളിപ്പുറം പട്ടാമ്പി തീരദേശ റോഡ്. ബസ് സർവീസ് ഉൾപ്പെടെയുള്ള 100 കണക്കിന് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. പട്ടാമ്പിയിൽ പാലം അടച്ചിടുമ്പോഴും തൃത്താല കൂറ്റനാട് ഭാഗത്തേക്ക് ഈ വഴിയാണ് വാഹനങ്ങൾ കടന്നുപോയിരുന്നത്. ഏറെക്കാലമായി പാത തകർന്നു കിടക്കുകയായിരുന്നു. ഇതിന് പരിഹാരം തേടിയാണ് മന്ത്രി MP രാജേഷിന്റെ ഇടപെടലിനെ തുടർന്ന് തീരദേശ പരിപാലന ഫണ്ട് ലഭ്യമാക്കി റോഡ് നവീകരണത്തിന് വഴിയൊരുക്കിയത്. പരുതൂർ മുതുതല പഞ്ചായത്തുകളോടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. പാലത്തറ മുതൽ കല്ലറപ്പള്ളി പാലം വരെയുള്ള 3750 മീറ്റർ റോഡാണ് നവീകരിക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സുരക്ഷാ വേലികളും ആവശ്യമുള്ളയിടത്ത് സ്ഥാപിക്കുന്നുണ്ട്. വെള്ളക്കെട്ട് സംഭവിക്കുന്ന കുളമുക്ക് ലക്ഷം വീടിനടുത്തുള്ള ഭാഗം ഉയർത്തിയുള്ള പ്രവൃത്തികളും നടപ്പാക്കും. തീരദേശ പരിപാലന വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപയും ജൽജീവൻ മിഷന്റെ പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്നും 1 കോടി രൂപയും ഉൾപ്പെടെ 2 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ. വല്ലപ്പുഴ മാട്ടായ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. നിർമ്മാണത്തിന് പിന്നാലെ റോഡ് തകർന്നതാണ് പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയത്. വല്ലപ്പുഴ പഞ്ചായത്തിലെ യാറം മാട്ടായ റോഡിന്റെ നവീകരണത്തിലാണ് അപാകതകൾ ഉള്ളതായി നാട്ടുകാർ ആരോപണവുമായി രംഗത്തെത്തിയത്. 2 ദിവസം മുമ്പാണ് പാതയിൽ ടാറിങ്ങും കോൺക്രീറ്റ് പ്രവൃത്തികളും ആരംഭിച്ചത്. എന്നാൽ പ്രവൃത്തികൾക്ക് പിന്നാലെ ടാറിംഗ് നടത്തിയ ഭാഗങ്ങളിൽ തകർച്ചയും രൂപപ്പെട്ടു. ഇതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നിർമ്മാണ പ്രവൃത്തികൾ തടയുകയും ചെയ്തു. ബന്ധപ്പെട്ട അധികൃതരുടെ സാന്നിധ്യത്തിൽ പ്രവൃത്തികൾ തുടങ്ങിയാൽ മതിയെന്നായിരുന്നു നാട്ടുകാരുടെ വാദം. ഏറെക്കാലമായി തകർന്നു കിടന്നിരുന്ന പാതയിൽ നവീകരണം തുടങ്ങിയപ്പോൾ വലിയ പ്രതീക്ഷയാണ് നാട്ടുകാർക്കുണ്ടായിരുന്നത്. ഇതാണ് ഇപ്പോൾ അസ്ഥാനത്തെത്തിയിരിക്കുന്നത്. പതിയെ നടന്നു പോകാനേ നല്ല ബുദ്ധിമുട്ടുണ്ട് ആൾക്കാർക്ക്. ഇപ്പം ഇതിങ്ങനെയൊക്കെ ഇടുമ്പോൾ നല്ല രീതിയിൽ ഇടണം, എന്നാലല്ലേ എന്നൊക്കെ നമുക്ക് പറ്റുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ട്, നടന്നു പോകാനും വാഹനങ്ങൾക്ക് പോകാനും എല്ലാം നല്ല ബുദ്ധിമുട്ടിലാണ്. നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്ത് നന്നായിട്ട് റോഡ് വൃത്തിയാക്കിയിട്ട് ഇടണം, എന്നാലേ ഞങ്ങൾക്ക് തുടർന്ന് ഇതിൽ നടന്നു പോകാൻ പറ്റുള്ളൂ. റോഡ് നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്ന് BJPയും കുറ്റപ്പെടുത്തി. കുറ്റമറ്റ രീതിയിൽ റോഡ് നവീകരണം പൂർത്തിയാക്കണമെന്നാണ് ആവശ്യം. യാറത്തുനിന്ന് മാട്ടായ വരെ 1 കിലോമീറ്ററാണ് ഉള്ളത്. അത് ആ വർക്ക് എടുത്തുന്നത് 4 കോൺട്രാക്ടർമാരാണ്. എന്നിട്ട് പല ഭാഗത്തായിട്ട് പൊളിച്ചിട്ട് ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഒരു വർക്കും കൃത്യമായിട്ട് നടക്കുന്നില്ല. ഒരു 100 മീറ്റർ പൊളിക്കും ഒരു കോൺട്രാക്ടർ, അടുത്ത് കുറച്ച് പോയിട്ട് ഒരു 100 മീറ്റർ പൊളിക്കും അടുത്ത കോൺട്രാക്ടർ, വേറൊരു കോൺട്രാക്ടർ അപ്പുറത്ത് പോയി പൊളിക്കും. അപ്പോൾ ഈ ജനങ്ങൾക്ക് സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിഞ്ഞാന്ന് ഇവിടെ യാറും ഭാഗത്ത് ടാറിങ് നടന്നിട്ട് അന്ന് ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉള്ള സമയത്താണ് നടന്നിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു വണ്ടി പോയ സമയത്ത് ആ റോഡ് പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പണിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. BJPയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡൻ്റാണ്. പ്രതിഷേധമുണ്ട്. ഈ പണി കൃത്യമായി അഴിമതി നടന്നിട്ടുണ്ട്. അപ്പോൾ അഴിമതി അന്വേഷിച്ച് വർക്ക് നല്ല രീതിയിൽ ഇനിയും നടത്തണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഇത് നോക്കിയിട്ട് നല്ല രീതിയിൽ പണി നടത്തണം. ഏറ്റവും വലിയ പ്രയാസം എന്താ വെച്ചാൽ 2015-20 അധികാരത്തിൽ വന്നിട്ട് 4.5 വർഷമായി. ഇപ്പോൾ 4.5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ റോഡിനൊരു പണി നമുക്ക് കിട്ടിയത്. 4.5 വർഷം കഴിഞ്ഞു ഈ റോഡിനൊരു പണി കിട്ടിയത്. ആ പണി കിട്ടിയത് ആകെ 1 കിലോമീറ്ററാണ്. ആ 1 കിലോമീറ്ററിനെ 4-5 കോൺട്രാക്ടർമാരെടുത്തിട്ട് 100 മീറ്റർ കട്ട, 100 മീറ്റർ കോൺക്രീറ്റ്, 200 മീറ്റർ ടാറിങ് അങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെ ഇത് ചെയ്യാം? ഞാങ്ങാട്രി TK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനശാല പ്ലാറ്റിനം ജൂബിലി ആഘോഷം ജനുവരി 4 ശനിയാഴ്ച നടക്കും. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6-ന് സിനിമാ താരം VK ശ്രീരാമൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ അധ്യക്ഷയാകും. പിന്നണി ഗായിക രാധിക അശോക് ചടങ്ങിൽ മുഖ്യ അതിഥിയാകും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി നൃത്തനൃത്യങ്ങൾ, സംഗീത നിശ, RJ ഡിസൈൻ അവതരിപ്പിക്കുന്ന ഫാഷൻ ഷോ, തുടർന്ന് മലപ്പുറം കൊളത്തൂർ ബ്ലാക്ക് കർട്ടൻ അവതരിപ്പിക്കുന്ന നാടകം എന്നിവയുമുണ്ടാകും. പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് ആര്യൻ T കണ്ണനൂർ, പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി T സത്യനാഥൻ, വാർഡംഗം K പ്രീത എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിക്കും. പൊതുജന വായനശാല എന്ന പേരിലാണ് ഇത് തുടക്കം കുറിക്കുന്നത്. ആ കാലത്തെ പൊതുപ്രവർത്തകരെയെല്ലാം നല്ല പങ്കാളിത്തത്തോടെയും നേതൃത്വത്തോടെയും കൂടിയാണ് വായനശാലയ്ക്ക് തുടക്കം കുറിക്കുന്നത്. TV അസൈനാർ ആയിരുന്നു ആദ്യകാലത്ത് ലൈബ്രറിയനായിട്ട് പ്രവർത്തിച്ചത്. അച്യുത മാഷ്
ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, KN ചന്ദ്രൻ തുടങ്ങിയവരൊക്കെ അന്ന് അതിൻ്റെ നേതാക്കന്മാരായി അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരികയായിരുന്നു. പിന്നീട് വായനശാലയുടെ ഓരോ ഘട്ടത്തിലും ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും ജനകീയ പങ്കാളിത്തത്തോടു കൂടിയായിരുന്നു അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 14,000 പുസ്തകങ്ങളും 300-ലേറെ സജീവാംഗങ്ങളുമാണ് ഇപ്പോൾ വായനശാലയിലുള്ളത്. ബാലവേദി, യുവത വനിതാവേദി, വയോജനവേദി എന്നിവ വായനശാലയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. MP ശിവശങ്കരൻ മാസ്റ്റർ പ്രസിഡന്റായും K രമണൻ സെക്രട്ടറിയായും യമുനാദേവി ലൈബ്രറിയനുമായുള്ള 15-അംഗ നിർവാഹക സമിതിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സ്വാഗത സംഘം ചെയർമാൻ തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ A കൃഷ്ണകുമാർ, K രമണൻ, PV രാമദാസ്, TK ഹരീഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പണയം എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധ കഥാകൃത്തായ E സന്തോഷ് കുമാറിൻ്റെ കഥയെ അടിസ്ഥാനപ്പെടുത്തി പ്രസിദ്ധ നാടക നടൻ പാർത്ഥസാരഥിയുടെ ഒരു ഗ്രൂപ്പ് അവർ നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പിൻ്റെ പണയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകമാണ് പ്രത്യേകമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. തുടങ്ങി നിരവധി പരിപാടികൾ കൊണ്ടുവന്ന് ആകർഷകമായ നല്ല ഗംഭീരമായ ഒരു പരിപാടിയാക്കി മാറ്റണം എന്നാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത്. ആ നാടിൻ്റെ പേരും പെരുമയും പല രൂപത്തിൽ പുറത്തെത്തിച്ചിട്ടുള്ള ആളുകളുടെ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും. പിന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് മാഷ് പറഞ്ഞതുപോലെ വളരെ വിപുലമായ സംഘാടക സമിതി അത് പല രൂപത്തിലുള്ള സബ് കമ്മിറ്റികളായി വിഭജിച്ച് ചുമതലയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഞാനും നിങ്ങൾക്ക് അലിക്കയും അടങ്ങുന്ന റിസപ്ഷൻ കമ്മിറ്റി ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് ഇതിന് മുന്നോടിയായി നല്ല രൂപത്തിലുള്ള കവറേജ് എല്ലാവരും കൊടുക്കുക. അതുപോലെ തന്നെ അന്ന് ഈ പരിപാടിക്ക് എല്ലാ മാധ്യമപ്രവർത്തകരെയും അവിടെ വരാനും ഈ പരിപാടികൾ കാണാനും അതുപോലെ തന്നെ അതൊക്കെ നല്ല രൂപത്തിൽ മാധ്യമ കവറേജ് നൽകാനും എല്ലാവരും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുക. CCTV ന്യൂസ് തൃത്താല. പട്ടാമ്പി ഓങ്ങല്ലൂരിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ക്യൂ സംവിധാനം നടപ്പാക്കുന്നതിനെതിരെ പ്രതിഷേധം. പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങളും ഓട്ടോറിക്ഷ തൊഴിലാളികളുമാണ് ഇതിനെതിരെ രംഗത്തെത്തിയത്. ഓങ്ങല്ലൂർ സെന്ററിലെ കാരക്കാട് റോഡിലുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ് ക്യൂ സംവിധാനം കൊണ്ടുവരുവാൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. പോലീസിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും എല്ലാം അടിസ്ഥാനത്തിലാണ് ക്യൂ സംവിധാനം ഇവിടെ ഏർപ്പെടുത്താൻ ആലോചിച്ചിരിക്കുന്നത്. എന്നാൽ ഓങ്ങല്ലൂർ സെന്ററിൽ 2 ഓട്ടോ സ്റ്റാൻഡുകൾ നിലനിൽക്കെ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ മാത്രം ക്യൂ സംവിധാനം കൊണ്ടുവരുന്നത് വിവേചനപരമാണെന്നാണ് പ്രതിഷേധം. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. നമ്മൾ ഓങ്ങല്ലൂരിൽ 2 സ്റ്റാൻഡുണ്ട്. അപ്പോൾ അനീതി എന്ന് തന്നെ പറയാം. ഒരു സ്റ്റാൻഡിൽ മാത്രം ടോക്കൺ സിസ്റ്റവും അതുപോലെ തന്നെ ഗ്യാപ്പ് അടിക്കാൻ പറ്റില്ലെന്നുമാണ് തീരുമാനമെടുക്കാൻ പോകുന്നത്. കാരണം സാധാരണക്കാരായ ജനങ്ങൾ പഞ്ചായത്തിലേക്കും മറ്റു ആവശ്യങ്ങൾക്ക് കൃഷി ഓഫീസിലേക്കും സേവനങ്ങൾക്ക് വരുമ്പോൾ കാരക്കാട് ഭാഗത്ത് അല്ലെങ്കിൽ കൊണ്ടൂർക്കര ഭാഗത്തേക്ക് ഒന്നും സ്ഥിരം ബസ് റൂട്ടില്ല. കാരക്കാട് ഭാഗത്തേക്ക് ഒരു ബസ് മാത്രമേ ഉള്ളൂ 2 ട്രെയിനിൽ. അപ്പോൾ അവർക്കൊക്കെ ഗ്യാപ്പ് ഓട്ടോറിക്ഷ നിർത്തിയാൽ ഒരുപാട് പൈസ കൊടുത്ത് യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാർ വളരെ ബുദ്ധിമുട്ടാവും. സ്ഥിരമായി ബസ് റൂട്ടുള്ളൊരു സ്ഥലമാണെങ്കിൽ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കില്ല. അപ്പോൾ ആ ഒരു അനീതിയാണ്. ഒരു സ്റ്റാൻഡിൽ മാത്രം ടോക്കൺ സിസ്റ്റവും അതുപോലെ തന്നെ ഓങ്ങല്ലൂർ 1 സ്റ്റാൻഡിൽ ടോക്കൺ വേണ്ടാമെന്നുള്ള ആ ഏകാധിപത്യമായ അനീതിക്കെതിരെയാണ് ഇവിടെ നിവേദനം കൊടുത്തിരിക്കുന്നത്. കാരക്കാട് പ്രദേശത്തേക്ക് പോകുന്നവർ പലരും ഓട്ടോറിക്ഷകളെയാണ് ആശ്രയിക്കുന്നത്. ക്യൂ സംവിധാനം വന്നാൽ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ പ്രദേശത്തുണ്ടാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സൂചിപ്പിച്ചു. ഓങ്ങല്ലൂർ കാരക്കാട് എത്തിച്ചേരാനുള്ള പൊതു ട്രാൻസ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ബസ്സുകളാണ്. ഒരു KSRTC ബസ് കാരക്കാട് ഭാഗത്തേക്കില്ല. ഇപ്പോൾ മറ്റു ബസ്സുകൾ തന്നെ പ്രൈവറ്റ് ബസ്സുകൾ വളരെ കുറഞ്ഞ സാഹചര്യമുള്ളത്. പഴയ കാലത്തൊക്കെ ജീപ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് ജീപ്പിലാണ് പോയിരുന്നത്. ആ സിസ്റ്റം ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഓട്ടോറിക്ഷകൾ നിന്ന് ആ ഓട്ടോറിക്ഷകളിൽ ആളുകളാകുന്ന സമയത്ത് പരസ്പരം ഷെയർ ചെയ്ത് ചെറിയ പൈസ വാങ്ങി പോകുന്നൊരു സിസ്റ്റം പോലും ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നിർത്തലാക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അത് വലിയ വിരോധാഭാസമാണ്. അത് ഒരിക്കലും നടപ്പാക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് ഈ സമയത്ത് പറയാൻ. ഒരു സ്റ്റാൻഡിൽ മാത്രമാണ് ക്യൂ സിസ്റ്റം കൊണ്ടുവരുന്നത്. അതൊരു വിവേചനപരമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നും കൂടി കൂട്ടിച്ചേർക്കാനായി. ക്യൂ സംവിധാനം കൊണ്ടുവരുന്നത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് UDF അംഗങ്ങളും INTUCയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിവേദനവും നൽകിയിട്ടുണ്ട്. മുസ്തഫ, ഷിഹാബ്, മുജീബുദ്ദീൻ, മുഹമ്മദ് അലി, INTUC ഡൈവേഴ്സ് യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് റഫീഖ് തുടങ്ങിയവരും നിവേദനം നൽകുവാൻ എത്തിയിരുന്നു.
തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വയോജനങ്ങൾക്കായി വീൽ ചെയർ വിതരണം ചെയ്തു. വയോജനങ്ങൾക്ക് ഉപകരണം നൽകൽ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് 7 പഞ്ചായത്തുകളിലെയും കിടപ്പുരോഗികളായ വയോജനങ്ങൾക്ക് വീൽ ചെയറുകൾ വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. ബ്ലോക്ക് മെമ്പർമാരായ PV പ്രിയ, ഷെറീന ടീച്ചർ, പ്രസാദ്, മാലിനി തുടങ്ങിയവർ സംസാരിച്ചു. പലപ്പോൾ ചില സമയങ്ങളിലെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയാറുള്ള സ്ഥലത്തു നിന്ന് നമ്മൾ എത്തിച്ചൊക്കെ കൊടുക്കാറുണ്ടെങ്കിൽ കൂടിയും ചില സമയങ്ങളിൽ നമുക്കത് സാധിക്കാതെ പോകും. അതുകൊണ്ടാണ് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഇത്തരത്തിലാണ് നമ്മുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് എന്തായാലും ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അതിന്റെ ആവശ്യമായിട്ടുള്ള അത്രയും രോഗികളുടെ എണ്ണം നമ്മൾ എടുക്കുകയുണ്ടായി. ഓക്സിജൻ കോൺസെൻട്രേറ്ററിന് നിങ്ങൾക്ക് അറിയാം, ശരാശരി 50,000 രൂപ വില വരുന്ന ഓക്സിജൻ ശ്വസിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അത് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കുന്ന രോഗിക്ക് ഒരാഴ്ച അത് സിലിണ്ടർ നിറയ്ക്കുന്നതിൽ തന്നെ 700-800 രൂപയൊക്കെ തന്നെ വില വരുന്നുണ്ട് അല്ലേ? അപ്പോഴാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ പ്രത്യേകിച്ച് ഒരു ചിലവുമില്ല, നമ്മുടെ വീട്ടിലെ കറണ്ടിന് ഉപയോഗിക്കാവുന്ന, എന്നാൽ അധിക കറണ്ട് ബില്ലൊന്നും ആവാത്ത രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപകരണം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു പദ്ധതി നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്ന് ആദ്യത്തെ വർഷം തന്നെ വളരെ എമർജൻസിയായി നമ്മൾ നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അന്ന് കോവിഡിന്റെ ഒരു 2ാം ഘട്ടം നിലനിൽക്കുന്ന സമയത്ത് ഒത്തിരി വിളികള് ഓക്സിജൻ സിലിണ്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നപ്പോഴാണ് എന്താണ് അതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് നമ്മൾ ആലോചിക്കുകയും ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്ന ഉപകരണം ഉണ്ട് എന്നുള്ളത് അപ്പോഴാണ് ഞാനും ഭരണസമിതി അംഗങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. നമ്മൾ അങ്ങനെ ആ ഉപകരണത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു. അത് പദ്ധതി വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. പദ്ധതി വെച്ചു, ആളുകൾക്ക് നല്ല രീതിയിൽ അത് കൊടുത്തു. അപ്പൊ നിരന്തരം പിന്നീട് തുടർച്ചയായി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീടുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും അത്തരത്തിലുള്ള രോഗികളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളത് കോവിഡാനന്തര കാലത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ കൂടുതലായിട്ട് ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നടത്തേണ്ടതുണ്ട്. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് MT അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രൊഫസർ MM നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം MK പ്രദീപ് അധ്യക്ഷനായി. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ് മാസ്റ്റർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VK ചന്ദ്രൻ, പുകസ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ CP ചിത്രബാനു, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് MB മോഹനൻ മാസ്റ്റർ, ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം VP ഐദ്രു മാസ്റ്റർ തുടങ്ങിയവർ അനുസ്മരിച്ച് സംസാരിച്ചു. ഗ്രന്ഥശാല പ്രവർത്തകർ എന്ന നിലയ്ക്ക് അത് വരാനിരിക്കുന്ന തലമുറയിലേക്ക് കൈമാറാൻ ബാധ്യതപ്പെട്ടവരുമാണ് നാം എന്ന കാര്യം ഓർക്കുക. MT വാസുദേവൻ നായരുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് ഏതാണ്ട് എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയവരാണ് നാം എങ്കിലും അദ്ദേഹത്തിൻ്റെ സർഗജീവിതത്തിൻ്റെ സവിശേഷത എന്ത് എന്ന് കൂടുതൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ വിധം നമ്മുടെ ഗ്രന്ഥശാലയുടെ പരിസരത്തെ അടക്കി വയ്ക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നാം എന്ന കാര്യവും ഓർക്കുക. മരിച്ചുപോയ ഒരു എഴുത്തുകാരനെ കുറിച്ച് കൂടുതൽ നല്ല വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തിനൊന്നും കിട്ടാൻ പോകുന്നില്ല. മാത്രവുമല്ല, അത്തരത്തിലുള്ള സ്തുതികളല്ല, മറിച്ച് താൻ എത്രമാത്രം വായിക്കപ്പെട്ടു എന്നത് തന്നെയാണ് ഏതൊരു എഴുത്തുകാരൻ്റെയും മനസ്സിലുണ്ടാകുന്ന പരമപ്രധാനമായ ചിന്തകളിൽ പ്രധാനം. ശ്രമിച്ച ആളാണ് അദ്ദേഹം. കോൺഷ്യസ് ആയിട്ട് പുരോഗമന സാഹിത്യത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഥ എഴുതുന്നല്ല പറഞ്ഞു. ആ കാലം ഈ പറഞ്ഞ അതിൻ്റെ ഒരു പുതിയ മാറി വന്ന സെൻസിബിലിറ്റി ഉൾക്കൊള്ളാൻ എന്തുകൊണ്ടാണ് പുരോഗമന സാഹിത്യത്തിലെ പ്രസിദ്ധമായ പല കൃതികളും ആ രീതിയിൽ പിൽക്കാലത്ത് നമ്മൾ ആരും വായിക്കാതെയും വിചാരണ ചെയ്യപ്പെടാതെയും ചർച്ച ചെയ്യപ്പെടാതെയും പോയത് എന്നുള്ളതിൻ്റെ കൂടി ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിലൊരു ആ ഒരു ഗ്യാപ്പ് നികത്താൻ ശ്രമിക്കുകയാണ് MT ചെയ്തത് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ മരണാനന്തരം നടക്കുന്ന ഈ അനുസ്മരണ വേളയിൽ അദ്ദേഹത്തിൻ്റെ സമ്പന്നമായ സാഹിത്യ ജീവിതത്തിലേക്ക് മലയാള സാഹിത്യ ചരിത്രത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള ചാലിശ്ശേരി മേലെ അങ്ങാടി സെന്റ് ജോർജ് കുടുംബ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചാലിശ്ശേരി പ്രതീക്ഷ ഷെൽട്ടറിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം നടത്തി.
പ്രതീക്ഷ ഷെൽട്ടറിൽ വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ കേക്ക് മുറിച്ചു. കുടുംബ യൂണിറ്റ് അംഗങ്ങൾ ചേർന്ന് ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. മധുരവിതരണവും ഉണ്ടായി. ജീവകാരുണ്യത്തിന്റെ ഭാഗമായി പ്രതീക്ഷയിലേക്ക് അരിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ നൽകി. വിവിധ പ്രദേശത്തെ നിർധനരായ 15 കുടുംബങ്ങൾക്ക് ക്രിസ്മസ് കിറ്റും നൽകി. പ്രതീക്ഷ ഭരണസമിതി അംഗം ഷൺമുഖൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, യൂണിറ്റ് സെക്രട്ടറി എഡ്വി പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട് മതുപ്പുള്ളി കൈപ്പഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിലെ മഹാദേവ മണ്ഡപത്തിന്റെയും രാജഗോപുരത്തിന്റെയും കൈപ്പഞ്ചേരി മ്യൂറൽസിന്റെയും വാർഷികാഘോഷവും നടപ്പുര സമർപ്പണവും നടന്നു. ചടങ്ങിനോടനുബന്ധിച്ച് മഹാദേവ പുരസ്കാരം സമ്മാനിക്കൽ, ആദരിക്കൽ ചടങ്ങ്, ക്ഷേമ പെൻഷൻ വിതരണോദ്ഘാടനം എന്നിവയുമുണ്ടായി. രാവിലെ 6 മണിക്ക് നടന്ന അഗ്നിഹോത്രം ചടങ്ങിന് ശേഷം നടപ്പുര ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പൂമുള്ളി വാസുദേവൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് സോപാന സംഗീതം, പഞ്ചവാദ്യവും ഉണ്ടായി. ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് പൂമുള്ളി നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പൂമുള്ളി വാസുദേവൻ നമ്പൂതിരിപ്പാട് പുരസ്കാരം സമർപ്പിച്ചു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ MP മണി പുരസ്കാരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ ക്ഷേമ പെൻഷൻ വിതരണോദ്ഘാടനം തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് T. സുഹറ നിർവഹിച്ചു. തത്തുരസികൻ പ്രസാദ് പുളിക്കൽ അമ്മമാരെയും 50 വയസ്സ് കഴിഞ്ഞ വനിതകളെയും ആദരിച്ചു. തുടർന്ന് തിരുവാതിരക്കളി, ഗാനാലാപനം തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇതിൻ്റെ കൂടുതൽ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് ആശയത്തിൻ്റെ സമർപ്പണം. കാരണം ആശയദാരിദ്ര്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ ആശയദാരിദ്ര്യത്തിൽ നിന്നും ഒരു നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആശയങ്ങളുടെ ഒരു സമർപ്പണം, അതോടുകൂടി തന്നെ ഓരോ വർഷവും ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളായിട്ട് നമ്മളിവിടെ സമർപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇവിടെ മറ്റേ ഗോപുരം സമർപ്പിച്ചു, മറ്റേ ന്യൂറൽ ചിത്രങ്ങൾ സമർപ്പിച്ചു, ഈ മറ്റേ ഓഡിറ്റോറിയം സമർപ്പിച്ചു, ഇപ്പോൾ കലാപരിപാടികൾ നടക്കുന്ന സ്റ്റേജ് സമർപ്പിച്ചു. അങ്ങനെ ഒരുപാട് ഓരോരോ വർഷങ്ങളും മാറി. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.